ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ പറയുന്ന ഒരു വാചകം, അഡീഷണലി ഐ വിൽ വർക്ക് വിത്ത് യു ബോത്ത് ടു സീ 1000 years കഴിഞ്ഞാൽ പോലും സി യു ആഫ്റ്റർ 1000 years എ സൊല്യൂഷൻ ക്യാൻ ബി അറൈവ്ഡ് അറ്റ് കൺസേണിങ് കശ്മീർ എന്നാണ് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണോ? ഇപ്പോൾ ട്രംപ് പറയുന്നത് കൊണ്ട് നമ്മളതിനെ ആ തരത്തിലേക്ക് കണ്ടാൽ മതി എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയണമോ? പക്ഷേ അമേരിക്ക എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഇടപെടൽ വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടാൻ തയ്യാറാണ് എന്ന തരത്തിലേക്ക് അദ്ദേഹം പ്രസ്താവന പുറത്തിറക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് ഗൗരവത്തിൽ കാണേണ്ടതാണോ, അതോ അതിനെ അങ്ങനെ തള്ളിക്കളഞ്ഞാൽ മതിയെന്നാണോ? അനുജ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക ഈസ് നോ ലോങ്കർ വേൾഡ് പോലീസ് മാൻ. ലോക പോലീസ് അല്ല അമേരിക്ക ഇപ്പോൾ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു G20 സ്ട്രക്ചർ, അതിലെ ഒരു നിർണായക ശക്തി എന്നതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യമൊന്നും ഇല്ല. ഒരു 20 വർഷം മുൻപുള്ള അമേരിക്കയല്ല ഇന്നത്തെ അമേരിക്ക, അന്നത്തെ ഇന്ത്യയുമല്ല ഇന്നത്തെ ഇന്ത്യ. അപ്പോൾ ആ ലോകം ഒരുപാട് മാറിയിരിക്കുന്നു. ജിയോ പൊളിറ്റിക്സ് കാര്യമായി മാറിയിരിക്കുന്നു. ഭൗമരാഷ്ട്രീയത്തിൽ വന്ന മാറ്റം അമേരിക്കയുടെ ആ ഒരു സ്റ്റേച്ചറിൽ കാര്യമായ ഇടിവ് സംഭവിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. സാമ്പത്തികമായ മേന്മ മാത്രമല്ല, അമേരിക്കയ്ക്ക് എല്ലാ സംഘർഷത്തിലും ഇടപെടാനൊരു ഇടം, ആ ഇടം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് അത് നഷ്ടപ്പെട്ടു. അത് തിരിച്ചു പിടിക്കണം. അത് തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ സംഘർഷം ഉണ്ടായാലും, ഉക്രൈൻ യുദ്ധം, റഷ്യ സംഘർഷമുണ്ടായാലും, മധ്യപൗരസ്ത്യ പ്രദേശത്ത് സംഘർഷമുണ്ടായാലും അവിടെയൊക്കെ അമേരിക്കയുടെ ഒരു ശ്രദ്ധയുണ്ടാകും, ഇടപെടലുണ്ടാകും, ഒരു സേ ഉണ്ടാകും എന്നതാണ് അമേരിക്കയുടെ നയം. ആ നയം ട്രംപ് ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്. പക്ഷേ ഇവിടെ തെറ്റിപ്പോയത് എന്താണ്? ഇന്ത്യയുടെ വിഖ്യാതമായ പ്രഖ്യാപിതമായ വിദേശ നയമാണ് ബൈലാറ്ററലിസം. ഇന്ത്യക്ക് ഒരിക്കലും അതിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല. കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാലത്തും ഇപ്പോൾ BJP ഗവൺമെൻറ്റും അത് ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ ഏകപക്ഷീയമായി സിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ പുറകോട്ട് പോയി. പക്ഷേ സിംല കരാറിലൂടെ ഭാരതം ലോകത്തിന് മുമ്പിൽ വെച്ച എന്റെ സംശയമാണ് ഡോക്ടർ മോഹൻ വർഗീസ്. അപ്പോൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള നമ്മളുടെ തിരിച്ചടികളൊക്കെ നമുക്കറിയാം. ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു ഇടപെടൽ എവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം പ്രതികരിച്ചിട്ടില്ല. ഇത് നന്നായി എന്ന് പറഞ്ഞ പ്രതികരണങ്ങൾ, സ്വാഭാവിക പ്രതികരണങ്ങൾ വരും. ഇരു രാജ്യങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ വരും. അതൊക്കെ സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അവിടെയാകാം ഒരു പക്ഷേ ഈ പ്രതിപക്ഷം വിയോജിപ്പറിയിക്കുന്നത്. നമ്മളുടെ ഇതുവരെയുള്ള പ്രഖ്യാപിത നിലപാടിൽ നമ്മൾ പിന്നോട്ട് പോയോ? അങ്ങനെയെങ്കിൽ കൃത്യമായി തന്നെ അതിൽ നിലപാട് അറിയിക്കേണ്ടതല്ലേ കേന്ദ്ര സർക്കാർ? ഇതാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യം, ഡോക്ടർ മോഹൻ വർഗീസ്. അല്ല, ഇത് ന്യായമായൊരു ചോദ്യമാണ്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള, ഇപ്പോൾ തന്നെ അത് വന്നിട്ടുണ്ട്, ഇനിയുള്ള ദിവസങ്ങളിൽ ആഴത്തിൽ സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് നമ്മുടെ പ്രഖ്യാപിത നയമായ ബൈലാറ്ററലിസത്തിൽ നിന്നും ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ കരാറിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന നിലപാടിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോയോ അതോ പിന്നോട്ട് പോകേണ്ടി വന്നോ? രണ്ട് കാര്യങ്ങളാണ്. പിന്നോട്ട് പോയി എന്ന് പറയുന്നത് സ്വതസിദ്ധമായി പോകുന്നതാണ്. പിന്നോട്ട് പോകേണ്ട അവസ്ഥയിലെത്തി നിന്നോ, അപ്പോൾ നമ്മൾ ദുർബലമായോ എന്നതാണ്. അവിടെ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ കൂടി താല്പര്യപ്രകാരമാണോ, ഇന്ത്യ ആവശ്യപ്പെട്ടതനുസരിച്ചാണോ അമേരിക്ക ഈ ഒരു ഇടനില നിന്നത്? ഇവിടെ ഇന്ത്യ അത് സമ്മതിക്കുന്നില്ല. ഇതുവരെ വരുന്ന പ്രതികരണം അനുസരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് തന്നെയാണ് ചർച്ച നടത്തി ഒരു ധാരണയിലെത്തിയത്. അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ നിന്നും അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ നമുക്കാവില്ല. കാരണം ഏതെങ്കിലും ഒരു രാജ്യം, അത് ആരും ആയിക്കൊള്ളട്ടെ, അമേരിക്ക ആയിക്കൊള്ളട്ടെ, സൗദി അറേബ്യ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും രാജ്യം ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ഒരു ശ്രമം നടത്തുന്നുവെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ നമുക്കാവില്ലല്ലോ. അത് നമ്മുടെ ആവശ്യപ്രകാരമാണോ? സൗദി അറേബ്യ ഒന്നും ഇത്തരത്തിലേക്ക് ഒരു സൗദി അറേബ്യ, ഇപ്പൊ ഇറാൻ ആകട്ടെ, അവരുടെയൊക്കെ മന്ത്രിമാരുടെ ചർച്ചകളും ഒക്കെ നമുക്കറിയാം, അവരുടെ എത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒന്നും ഭാഗത്തു നിന്ന് വരാത്ത ഒന്ന്, അതൊരു പക്ഷെ ട്രംപ് ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്നതാകാമെന്ന് കേണൽ ഡിന്നി പറഞ്ഞതുപോലെ അങ്ങനെ അതിനെ ബാലിശമായി കണ്ടാൽ മതിയോ? ഏതാണ്ട് കേണൽ ഡിന്നി പറഞ്ഞ അതേ ലൈനിൽ തന്നെയാണ് എനിക്കും കാണാനാവുന്നത്. കാരണം ഇത് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപിന് ചില രീതികളുണ്ട്. അതുകൊണ്ട് അതിൽ കൂടുതൽ അർത്ഥം അതിന് കൊടുക്കേണ്ടതില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു മധ്യസ്ഥത അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഉള്ള ഇന്റർലിക്യൂട്ടർഷിപ്പ് ഇന്ത്യ സീക്ക് ചെയ്തിട്ടുണ്ടോ, ഇൻഫോർമലായിട്ടെങ്കിലും അത് സീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം വെളിയിൽ വന്നാൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സാമാന്യം മുഖം നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷമുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഈ ഇത് അടച്ചിട്ട മുറികൾക്കുള്ളിൽ നടക്കുന്ന നയതന്ത്രം ഒരു കാലത്തും ഒരുപക്ഷെ വെളിയിൽ വന്നു എന്നിരിക്കില്ല. പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ. അപ്പോഴും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുള്ളത്
ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്.